ചുരിദാർ കട്ട് നൈറ്റി ഒന്ന് തയ്ച്ച് നോക്കാം. 4ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് തുണി. ഇത് 290 2 മീറ്റർ 90 സെൻറ്റിമീറ്ററാണ് തുണി വരുന്നത്. ആദ്യം ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിടുക, കണ്ടല്ലോ. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക. അങ്ങനെ 4ആയിട്ടാണ് നമ്മൾ ഈ തുണി മടക്കിയിടുന്നത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 47 ഇഞ്ചാണ്. 46 ഇഞ്ചാണ് ശരിക്കും വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. താഴെ നിന്ന് മുകളിലേക്കാണ് ഇപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ മുകൾ വശം ഉണ്ടല്ലോ, അവിടെ നമുക്ക് സ്ലീവിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ജോയിൻ ചെയ്യുമൊന്നും വേണ്ട, മടക്ക് വശം ആയതുകൊണ്ട്. അതുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്കാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് 46 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 1/2 ഇഞ്ച് താഴെ തയ്യൽ തുമ്പാണ് മടക്കിയടിക്കാനായിട്ടുള്ളത്. അതുകൂടാതെ 1/2 ഇഞ്ച് മാർജിൻ മുകളിലും കൊടുക്കുന്നുണ്ട്. ഈ 1/2 ഇഞ്ച് മാർജിനുള്ളിലാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 1/2 ഇഞ്ച് മാർജിൻ ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊരു ലൈനാക്കി മാറ്റാം. ഇനി ഇവിടെ ആവശ്യമുള്ള മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്താം. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 6.5 ഇഞ്ചാണ്. ആ 6.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ടത് മാർജിൻ കൊടുത്തിരിക്കുന്ന ആ ലൈനിലല്ല, അതിന് തൊട്ട് താഴെയുള്ള ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോള് ആക്ച്വലി 7 ഇഞ്ചാണെങ്കിലും ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ചിട്ട് ആം ഹോള് കയറ്റി വരയ്ക്കണം. എനിക്കിവിടെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് ഇറക്കി കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 6.5 ഇഞ്ചിലാണ് ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നെക്കൊന്ന് മാർക്ക് ചെയ്യുകയാണ്. 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. ആ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുകയാണ്. ഒരു 4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. അത് നെക്കിലേക്ക് നമ്മൾ ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ആം ഹോൾ വരച്ചില്ലേ, അത് നമുക്കൊന്ന് ബോക്സ് ആക്കി കൊടുക്കാം. അവിടെയാണ് ചെസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ ലൈൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ലൈനാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റ് ഇവിടെ എനിക്ക് 36 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. 36 ഇഞ്ചിൻ്റെ 4/1 9 ഇഞ്ച്. 9 ഇഞ്ചിൻ്റെ കൂടെ 3/4 ഇഞ്ച് ഈസും കൂടി ചേർത്തിട്ട് 9.25 ഇഞ്ചിലാണ് ഒരു പോയിൻ്റ് കൊടുക്കുന്നത്. അതിനുശേഷം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി ആം ഹോൾ ലൈനിൻ്റെ പകുതി എടുത്ത് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. ആം ഹോൾ കർവ് കൈവശം ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തില്ലേ, ആ പോയിൻറ്റും മിഡ് പോയിൻറ്റും കൂടി കണക്റ്റ് ചെയ്താണ് ഇവിടെ വരച്ച് കൊടുക്കുന്നത്. അത് ആം ഹോൾ കർവ് ഉപയോഗിച്ചും വരയ്ക്കാം, അല്ലാതെ കൈകൊണ്ടാണെങ്കിലും വരച്ചെടുക്കാം. അതല്ലാതെയും ആം ഹോൾ കർവ് വരയ്ക്കാറുണ്ട്. ടേപ്പ് ആ കോണിൽ വെച്ചിട്ട് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് ഷേപ്പാക്കി വരച്ചെടുക്കുക. അടുത്തത് വേസ്റ്റ് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിൻ്റെ അവിടെ ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 14 ഇഞ്ചിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തൊരു ലൈനാക്കി മാറ്റണം. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. ഇവിടെ 34 ഇഞ്ചാണ്, അപ്പോൾ 8.5 ഇഞ്ചാണ് വരുന്നത്. 8.5 ഇഞ്ചിൻ്റെ കൂടെ 3/4 ഇഞ്ച് ഈസും കൂടെ ചേർത്തിട്ട് 9.25 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഷോൾഡറിൽ നിന്നും ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 19 ഇഞ്ചിൽ ഹിപ്പ് ലൈനാണ് വരയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാം. ഹിപ്പ് ഇവിടെ 42 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10.5 ഇഞ്ച്. ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനോടുകൂടി 1 ഇഞ്ച് മാർജിനും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഹോൾ കർവ് വരച്ചിട്ടില്ലേ, അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ല. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഇതാ ഇപ്പോൾ ഇവിടെ ആം ഹോൾ കർവ് വരച്ചിട്ടുണ്ട്. 1/2 ഇഞ്ച് മുകളിലായി മാർജിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർജിൻ നമ്മൾ നേരത്തെ ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടി നമ്മൾ ആ ഷോൾഡർ സ്ലോപ്പ് വന്നതുകൊണ്ട് ഒന്നുകൂടി ചെരിച്ച് വരച്ച് കൊടുക്കുവാണ്. അപ്പോൾ അത് ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ചെരിച്ച് കൊടുത്തില്ലേ മാർജിൻ, അതുവഴി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി ഈ മെഷർമെൻറ്റൊക്കെ ഒന്നുകൂടി പറയാം. ടോട്ടൽ ലെങ്ത് വരുന്നത് 47 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ. താഴെ നിന്നും മുകളിലേക്കാണ് 46 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ മടക്ക് വശം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ജോയിൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടും. ഇനി നമ്മൾ താഴെ 1/2 ഇഞ്ച് കൊടുത്തത് മടക്കി അടിക്കാനും മുകളിൽ 1/2 ഇഞ്ച് ഒരു ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആ ലൈനിൽ കൂടാണ് ഷോൾഡറൊക്കെ വരുന്നത്.
ഇനിയിപ്പം ഷോൾഡർ മാർക്ക് ചെയ്യാം. 6 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. താഴേക്ക് 6 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ചെസ്റ്റ് ലൈനിൽ 9.25 ഇഞ്ച് ഈസ് ഉൾപ്പെടെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ആം ഹോൾ കർവ് ഷേപ്പ് ചെയ്ത് വരച്ചു. ആം ഹോൾ കർവിന് 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന ആ ലൈൻ. അത് വരയ്ക്കുന്ന വിധം മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി ഷോൾഡറിൽ നിന്നും 14 ഇഞ്ച് താഴെയായി വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തു. ഇവിടെ വേസ്റ്റ് 34 ഇഞ്ചാണ്. അതിൻ്റെ 4/1 8.5 ഇഞ്ചും ഈസും കൂടി ചേർത്ത് 9.25 ഇഞ്ചിൽ വേസ്റ്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. അടുത്തതായി ഷോൾഡറിൽ നിന്നും 19 ഇഞ്ച് താഴെയായി ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്തു. ഹിപ്പ് ലൈനിൽ നമ്മളുടെ സീറ്റ് അളവ് 42 ഇഞ്ചാണ്. അതിൻ്റെ 4/1 10.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് മാർജിൻ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹിപ്പ് ലൈന് മാത്രം നമ്മൾ 1 ഇഞ്ചാണ് മാർജിൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റിനും വേസ്റ്റിനുമൊക്കെ 2 ഇഞ്ചും മാർജിൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി കിട്ടുന്ന അത്രയും വിഡ്ത്തിൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബോഡി പാർട്ട് കട്ടിങ്. ഇനി ഇതിൻ്റെ നെക്കും സ്ലീവും കൂടി കട്ട് ചെയ്യാനായിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം.